പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന സന്ദേശം സമാധാനത്തെക്കുറിച്ചാണ്. ഇന്ന് ലോകത്തിൽ സമാധാനമില്ലായ്മ കൊണ്ട് ഭാരപ്പെടുന്ന, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, ദുഃഖിക്കുന്ന, വേദനപ്പെടുന്ന എത്രയോ വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. അവർക്ക് നിത്യസമാധാനം ലഭിക്കുവാൻ, ശാശ്വത സമാധാനം ലഭിക്കുവാൻ, ദിവ്യ സമാധാനം ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കുവാൻ നമ്മളെപ്പോഴും അവരെക്കുറിച്ച് നമുക്ക് ഒരു കരുതലുണ്ടായിരിക്കണം. നമ്മൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിലായിരിക്കുന്ന സമാധാനത്തെ നമ്മൾ അടക്കി വയ്ക്കാതെ ഈ ലോകത്തിൽ അനേകർക്ക് സമാധാനത്തിലേക്ക് അവരെ നയിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ അല്പസമയം നമ്മളായിരിക്കുവാൻ ഉള്ള ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ ഉത്തേജിപ്പിക്കും, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, നിങ്ങളെ ശക്തീകരിക്കും. നിങ്ങളിൽ ഉള്ളിലുള്ള സമാധാനം നല്ലവരായി ജീവിക്കുവാൻ, അനുസരണമുള്ള മക്കളായി ജീവിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ആ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ വെക്കണം. യഥാർത്ഥ സമാധാനമുള്ള ഒരു വിശ്വാസി, യഥാർത്ഥ സമാധാനമുള്ള ഒരു ദൈവപൈതൽ എപ്പോഴും തൻ്റെ മുൻപിൽ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ മുമ്പിൽ ഉള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, തൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ വകവയ്ക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ശരണം തേടുവാൻ താൻ എപ്പോഴും തയ്യാറായിരിക്കും. സമാധാനത്തിനെ കുറിച്ച് പറയണമെങ്കിൽ, ഒരു കൊടുങ്കാറ്റിൻ്റെ മധ്യേ, വലിയൊരു പ്രളയത്തിൻ്റെ മധ്യേ, ഒരു പാറയുടെ പിളർപ്പിൽ അഭയം തേടിയിരിക്കുന്ന ഒരു പക്ഷിയെ പോലെയോ ഒരു മുയലിനെ പോലെയോ നമുക്ക് അത് കാണാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പിളർക്കപ്പെട്ട പാറയായ യേശുക്രിസ്തുവിൽ അഭയം തേടുന്നതാണ് സമാധാനം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഭംഗിയായി നടക്കുമെന്ന് പറയുന്നത് സമാധാനമല്ല. എനിക്ക് പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്. എന്നാലും അതിൻ്റെയൊക്കെ മധ്യ ദൈവം എന്നെ സൂക്ഷിക്കുന്നു, ദൈവം എന്നെ ശക്തീകരിക്കുന്നു, ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്നു, ദൈവം എന്നെ ധൈര്യപ്പെടുത്തുന്നു എന്ന് പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ പറയുന്നതാണ് സമാധാനം. നിങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പറയുവാൻ ഇടയാകും. നമ്മളൊരു വാക്യം വായിക്കാം. എഫേസ്യർ 2:16. ആ വാക്യം അനുസരിച്ച് അവൻ വന്ന ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ദൂരസ്ഥരായിരിക്കുന്ന നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ ഇത് ജാതികളെ കുറിച്ച് പറയുവാണ്. നാമും യേശുവിനെ സ്വീകരിക്കുന്നതിന് മുൻപേ ജാതികളായിരുന്നു. അല്ലാത്ത എല്ലാവരും ജാതികളാണ്. അബ്രാഹാമിൻ്റെ വംശപാരമ്പര്യത്തിൽ ജനിക്കാത്ത ഏത് മനുഷ്യജീവിയും ജാതികളിൽ ഉൾപ്പെടും. ജെൻറ്റൈൽസ് എന്ന ഇംഗ്ലീഷിലാണ് അതിന് വാക്ക്. ജാതികൾ. നമ്മൾ മലയാളികളായതുകൊണ്ട് നാം ഈ ഇന്ത്യ ജനിച്ചവരാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഇന്ത്യക്കാരാണ്. അവരൊക്കെ പണ്ട് അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ വംശത്തിൽപ്പെട്ടതാണ്. പക്ഷേ യേശുക്രിസ്തു യഹൂദന്മാരോടും ജാതികളോടും ദൂരസ്ഥരായിരുന്നവരോടും അവരോടും ദൈവം സമാധാനം അരുളി, സമാധാനം സുവിശേഷിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന് തൻ്റെ സമാധാനം നൽകുവാൻ വ്യത്യാസം യേശുക്രിസ്തുവിനില്ല. എല്ലാവർക്കും ദൈവം സമാധാനം നൽകും. നിങ്ങൾ ഏത് ജാതിയിലാണെങ്കിലും, ഏത് മതത്തിലാണെങ്കിലും, ഏത് വിശ്വാസത്തിൽ, ഏത് വർഗത്തിൽ, ഏത് അവസ്ഥയിൽ, ഏത് ജീവിതത്തിൻ്റെ ഏത് കോണിൽ നിങ്ങളായിരുന്നാലും നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിനരികിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരണം. അടുത്തായി നമുക്ക് വായിക്കാം ഫിലിപ്പിയർ 4:9. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇന്ന് അനേക ദൈവമക്കൾക്കും ദേവദാസന്മാർക്കും പറയുവാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നിൽ നിന്നും ഇതിലും പഠിക്കുന്നത്. അവനിൽ നിന്നും പഠിക്കുക, ഇവനിൽ നിന്നും പഠിക്കുന്നൊക്കെ പറയുവാൻ നമുക്ക് എല്ലാവർക്കും, അങ്ങനെ പറയാൻ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. എന്നാലും
എന്നിൽ നിന്നും പഠിക്കുന്ന പറയുവാൻ നമുക്ക് കഴിയണം. പൗലോസ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പോൾ ജീവിതത്തിൽ നമുക്കൊരു സ്പിരിച്വൽ മെൻറ്റർ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. നമ്മളെ ആത്മീയത്തിൽ ബലപ്പെടുത്തുവാൻ, ആത്മീയത്തിൽ നമ്മൾക്കൊരു മാതൃകയായിരിക്കുവാൻ, നമ്മളെ ഇൻസ്പയർ ചെയ്യുവാൻ, നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാൻ, നമുക്കൊരു ഉത്തേജനം നൽകുവാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ എന്ന് പറഞ്ഞാൽ അവനെ കോപ്പി ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ അവനിലുള്ള നല്ല ഗുണങ്ങളെ നമ്മളും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ നോക്കണം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അവൻ ഒത്തിരി വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളും കുറേ വായിക്കുവാൻ ശ്രമിക്കണം. അതാണ് പൗലോസ് അങ്ങനെ പറയുവാൻ കഴിയും, എന്നിൽ നിന്ന് പഠിക്കണം. അപ്പം നമുക്ക് അങ്ങനെ പറയുവാൻ കഴിയണം. ആ ഒരു അവസ്ഥയിൽ നമ്മൾ വളർന്നെത്തണം. എന്നിൽ നിന്നും പഠിക്കുക എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് പറയുവാൻ കഴിയുന്ന അവസ്ഥയിൽ നമ്മൾ ചെന്നെത്തണം. എന്നിൽ നിന്നും പഠിക്കുക പറയാൻ കഴിയുന്ന അവസ്ഥയിൽ നമുക്കിത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. നമുക്ക് ഇന്ന് അനേക ജീവചരിത്രങ്ങൾ മൂവിയിലുണ്ട്, പുസ്തകങ്ങളിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ ദൈവദാസന്മാരുടെ ജീവചരിത്രങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ കഴിയും. അനേക ദൂതുകളുടെ നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ അനുഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് വളരെ പ്രയോജനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാൾസ് ഫിന്നി, ചാൾസ് സ്പർജൻ, D.L. മോഡി, ഡേവിഡ് ലിവിങ്സ്റ്റൺ, ബില്ലി ഗ്രഹാം, സാധു സുന്ദർ സിംഗ്, കൊച്ചുകുഞ്ഞ് ഉപദേശി, ജോൺ ഓസ്റ്റിൻ, ഓറൽ റോബർട്ട്സ്, ഇങ്ങനെയുള്ളവരുടെ ജീവിതചരിത്രം നമ്മൾ കണ്ട് നമ്മൾ അവരെ കോപ്പി ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ നല്ല ഗുണങ്ങളെ നമ്മളും ജീവിതത്തിൽ നമുക്കത് ഉണ്ടായിരിക്കണം. അത് നമുക്ക് പ്രശമിക്കണം. അടുത്ത നമുക്ക് വായിക്കാം അതേ അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുവാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനത്താൽ നാം സൂക്ഷിക്കപ്പെടും. നമ്മുടെ ഹൃദയവും മനസ്സും വികാരങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സിൻ്റെ എല്ലാ അവസ്ഥകളും, മനസ്സിൻ്റെ എല്ലാ കോണുകളും, മനസ്സിൻ്റെ എല്ലാ മുറികളും, മനസ്സിൻ്റെ എല്ലാ ഭിത്തികളും, മനസ്സിൻ്റെ എല്ലാ കതകുകളും, മനസ്സിൻ്റെ എല്ലാ ജനലുകളും ദൈവസമാധാനത്താൽ കാക്കപ്പെടും. എപ്പോൾ നാം പ്രാർത്ഥനയിൽ സ്തോത്രത്തോടെ ദൈവത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുകയാണെങ്കിൽ, പിറുപിറുത്തല്ല, സംശയിച്ചല്ല, അല്ലെങ്കിൽ തൃപ്തിയില്ലാതെയല്ല, സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹം അവിടുന്ന് നിറവേറ്റിത്തരും. പൂർണ്ണ സമാധാനത്താൽ ദൈവം നമ്മളെ കാക്കുവാൻ ഇടയാകും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഗലാത്യർ 5:22 വായിച്ചാൽ ആത്മാവിൻ്റെ ഫലത്തിൽ ഒരു സെക്ഷനാണ്, ഒരു ഭാഗമാണ് സമാധാനം. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കണമെങ്കിൽ നിങ്ങൾ യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. യേശു ക്രിസ്തു ഉള്ളിൽ കടന്നു വരുന്നതിന് കൂടെ ദൈവാത്മാവും കടന്നു വരും. അപ്പോൾ അവർക്ക് സമാധാനമുണ്ട്. മത്തായി 5:9 അനുസരിച്ച് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കണം. സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷമാണ് എന്ന് പറഞ്ഞു നടക്കാൻ പാടില്ല. സമാധാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ സമാധാനം ഉണ്ടാക്കണേ? നിങ്ങൾ ദൈവത്തോട് അടുക്കണം, ദൈവവചനം വായിക്കണം, ദൈവപ്രകാരം നടക്കണം, കുടുംബമേ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തോട് നിങ്ങൾ അടുത്തുകൊണ്ട് സമാധാനത്തിലായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിലെ വലിയ സമാധാനമില്ലെങ്കിൽ അവിടെ നിങ്ങൾ ആവുന്നത്ര എന്താ പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ഇടയിൽ പോകാതിരിക്കുകയൊക്കെ വേണം. സമാധാനമില്ലാത്ത അന്തരീക്ഷം എവിടെയെങ്കിലും നിങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ബിസിനസ്സിൽ എവിടെയും സമാധാനമില്ലാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ, അന്തരീക്ഷം ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ സമാധാനത്തെ
ആ പ്രയാസമുള്ള, ആ മനസ്സിനെ നോവിക്കുന്ന അതിനെ നിങ്ങൾ ഒന്ന് യേശുക്രിസ്തു നാമത്തിൽ ആ അവസ്ഥയെ നിങ്ങളൊന്ന് തകർക്കുവാൻ, അല്ലെങ്കിൽ അതിനെ യേശുക്രിസ്തു നാമത്തിൽ ശാസിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ശാസിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളതിനെ ശാസിക്കണം. നിങ്ങൾക്കത് കഴിയുമോ? നിങ്ങൾക്ക് കഴിയണം. സമാധാനമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ആ കൂട്ടത്തിലുള്ള വ്യക്തികൾ എല്ലാവരും പൈശാചികരാണെങ്കിൽ നിങ്ങൾ അവരുടെ പോകരുത്. സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം. സമാധാനത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. വിശുദ്ധിയാണ് അതിന് പ്രധാനം. നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനം സൂക്ഷിക്കുവാൻ കഴിയും. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് യേശുക്രിസ്തു നമ്മളിലൂടെ മഹത്വപ്പെടുന്ന ജീവിതം ജീവിക്കുകയാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നതിൻ്റെ സാരം. അടുത്ത നമുക്ക് വായിക്കാം യോഹന്നാൻ 20:19. യോഹന്നാൻ 20:19 അനുസരിച്ച് യോഹന്നാൻ 20:19 അനുസരിച്ച് യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞ് യഹൂദന്മാരെ പേടിച്ച് ഒരു മുറിയിൽ ഒളിഞ്ഞിരുന്ന തൻ്റെ 11 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായ സമയത്ത് യേശുക്രിസ്തു പറഞ്ഞ്, നിങ്ങൾക്ക് സമാധാനം. മുറി അടച്ചിരിക്കുകയാണ്, പൂട്ടിയിരിക്കുകയാണ്. യേശുക്രിസ്തു വാതിൽ പൊളിച്ചിട്ടോ അല്ലെങ്കിൽ വീട് പൊളിച്ചിട്ടോ അകത്ത് കയറിയതല്ല, അവരുടെ നടുവിൽ വന്നു. അടഞ്ഞിരുന്ന മുറിയിൽ ആൾക്കാരുടെ നടുവിൽ വന്നു, ശിഷ്യന്മാരുടെ നടുവിൽ. നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു കടന്നു വന്നാലേ, നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു കടന്നു വന്നാലേ, നമ്മുടെ കുടുംബത്തിൽ യേശുക്രിസ്തു കടന്നു വന്നാലേ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ജോലിയിൽ യേശു കടന്നു വന്നാലേ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ കളിരംഗത്ത് യേശു കടന്നു വന്നാലേ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ യേശു കടന്നു വന്നാലേ ഈ മേഖലകളിൽ നമുക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ. യേശുക്രിസ്തു എവിടെ കടന്നു ആ മേഖല സമാധാനം. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു കടന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ സമാധാനമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ യേശുക്രിസ്തു കടന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനമുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലാണ് യേശുക്രിസ്തു കടന്നുണ്ടെങ്കിൽ ബിസിനസ് സമാധാനമുണ്ട്. നിങ്ങളുടെ ജോലിയിലാണ് യേശുക്രിസ്തു കടന്നുണ്ടെങ്കിൽ ജോലിയിൽ സമാധാനമുണ്ട്. ആ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒന്ന് സ്വീകരിക്കുവാനിടയാകണം. ഇന്ന് അനേകരും സമാധാനം എന്തുവാണെന്നറിയാതെ ലോകത്തിൽ പല കാര്യങ്ങളും ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് തുറമുഖത്തിൽ, ഏത് അവസ്ഥയിൽ, ഏത് കോണിൽ, ഏത് ഭാഗത്ത് നിങ്ങൾക്കൊരു പ്രയാസം തോന്നുന്നുണ്ടോ അവിടെ യേശുക്രിസ്തു നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ യേശുക്രിസ്തു അവിടെ കടന്നു വന്ന് ആ അവസ്ഥയിൽ ഒരു സമാധാനം ദൈവം നൽകും. അവസാനമായി നമുക്ക് വായിക്കാം യോഹന്നാൻ 14:27 വാക്യം. നമുക്ക് ഏറ്റവും പരിചയമുള്ള വാക്യമാണ്. ലോകം തരുന്ന പോലെ സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, എൻ്റെ സമാധാനം. യേശുക്രിസ്തുവിലുള്ള അതേ സമാധാനം, യേശുക്രിസ്തുവിലുള്ള അതേ സമാധാനം യേശുക്രിസ്തു നമുക്ക് തരുമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഏത് സമാധാനമുണ്ടോ ആ സമാധാനം യേശുക്രിസ്തു നമുക്ക് നൽകുകയാണ്. ആ സമാധാനം നമുക്ക് വേണമെങ്കിൽ നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നൽകും. ഹൃദയത്തിൽ സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റ് എല്ലാ മേഖലയിലും സമാധാനം തന്നെ ഉണ്ടാകും. മറ്റ് എല്ലാ മേഖലയിൽ അഭിവൃദ്ധിയാണ്. പക്ഷെ ജീവിതം ഇപ്പോഴും പാപജീവിതമാണ്. സിനിമ കാണുകയും അതുകൊണ്ടൊക്കെ തന്നെ വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞത് എന്തോ കാര്യം. ഹൃദയത്തിൽ സമാധാനം വേണമെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങൾ ഉള്ളിലേക്കൊന്ന് സ്വീകരിക്കണം. യേശുക്രിസ്തുവിനെ നിങ്ങൾ ഉള്ളിലേക്കൊന്ന് നിങ്ങൾ
ഒന്ന് ഇങ്ങോട്ട് യേശുക്രിസ്തുവെ ഇങ്ങോട്ട് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിങ്ങൾ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അതിന് പ്രാർത്ഥിക്കുവാൻ ഉള്ള ഒരു വലിയ ബിരുദമെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ സ്റ്റൈലിൽ, നിങ്ങളുടെ ശൈലിയിൽ, നിങ്ങളുടെ അറിവിനൊത്തവൻ നിങ്ങളുടെ ഭാഷയുടെ നിങ്ങൾക്ക് എത്ര അറിവുണ്ടോ ഭാഷ അനുസരിച്ച് ആ അറിവ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. തുറക്കേതയുള്ള യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വരണമെന്നും പാപങ്ങളെ കഴുകിക്കളയണമെന്നും എൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തണമെന്നും അവിടെ നിന്റെ നാഥനായി കൂടിയിരിക്കണമെന്നും പറയുന്ന ഒരു പ്രാർത്ഥന ദൈവത്തോട് നിങ്ങളെങ്ങനെ പറയുന്നേ? ആ പ്രാർത്ഥന പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന ദൈവമേ, സ്വർഗ്ഗീയനായ പിതാവേ, ഈ വചന സന്ദേശം കേട്ട എല്ലാ ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവകൃപ അവരോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ കർത്താവ് രൂപാന്തരപ്പെടുത്തണമേ. സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ. മാനസാന്തരപ്പെട്ട ദൈവത്തെ സ്വീകരിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൃപ അവർക്ക് കൊടുക്കണമേ. കർത്താവ് ദൈവത്തോട് കുള്ളെടുക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവെ, ദൈവമക്കളൊക്കെ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളിൽ കൂടെ ഉണ്ടായിരിക്കണമേ. ആത്മീയത്തിൽ ഓരോരുത്തരെയും വളർത്തണമേ. ദൈവത്തോട് കൂടെ വസിക്കുവാൻ, കൂടെ ദൈവത്തിൽ അന്യനാമത്തിനായി വളരുവാൻ കർത്താവ് ഓരോരുത്തരെ ഇടയാക്കണമേ. ദൈവത്തിന് മുൻപാകെ താഴ്മയോടെ ജീവിക്കാൻ കർത്താവ് ഓരോരുത്തരെയും ഇടയാക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ദേവദാസന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ. നീ രാജ്യത്തിനു വേണ്ടി, രാഷ്ട്രത്തിനു വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി അനേക ആത്മാക്കളെ നേടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ശുശ്രൂഷിക്കാൻ അവരെ കർത്താവ് ഇനിയും ബലപ്പെടുത്തണമേ. ആത്മിക അധ്വാനങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ കരങ്ങളിലേക്ക് സമൃദ്ധമായിട്ട് ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ട കവിക്കായ സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.